ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോ നിങ്ങൾ ഇങ്ങനെ തിരിഞ്ഞു കുനിഞ്ഞു നിൽക്കാം. പോലും നിങ്ങൾ ഇത് കേൾക്കണം പിള്ളേരെ. കഴിഞ്ഞ പ്രാവശ്യം ഇവളുടെ റീൽസിന്റെ ഒരു ഗുണം കൊണ്ടാണ് ഇന്നെന്റെ നടുവെട്ടി കിടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇവള് ഇതേപോലെ ഒരു റീൽസുമായിട്ട് വന്ന് കുട്ടുമ്മ കുട്ടു കുട്ടുമ്മ കുട്ടു അന്ന് വെട്ടിയ നടുവാണ്. ഇന്നും കശുവട്ടി പോലെ ഞാനിങ്ങനെ നിൽക്കുക. ഇതുവരെ നേരെയായിട്ടില്ല. ചേട്ടാ നിങ്ങളോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല, റീൽസ് ഒക്കെ എടുക്കണം നല്ലതല്ലേ. പിന്നെ നല്ലത്. എനിക്കിത് കാണുമ്പോ വിഷമമുണ്ട്. ഒരു കാര്യം ചെയ്യ്, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എന്റെ ഈ നടുവേന മാറണമെങ്കിൽ നീ തിരുമിയാലൊന്നും തീരൂല. പിന്നെ ആലപ്പുഴയിൽ ഒരു സിദ്ധനായ വൈദ്യനുണ്ട്. ആ പുള്ളി തിരുമിയാലേ എന്റെ ഈ നടുവേന മാറത്തുള്ളൂ. ഉറപ്പാണോ? എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. നിങ്ങൾ ഇങ്ങോട്ടൊന്ന് തടവി തരാന്ന് ഞാൻ പറഞ്ഞല്ലോ. നീ തടവയൊന്നും നടുവേന മാറത്തില്ല. ഉറപ്പാണോ? ഉറപ്പാണ്. എന്നാ പിന്നെ പോയിട്ട് വാ. ഞാൻ പിന്നെ നിർബന്ധം പിടിച്ചിട്ടും കാര്യമൊന്നുമില്ല. ഞാൻ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാം. സാധനങ്ങളൊക്കെ എടുത്ത് വെക്ക്. പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് സങ്കടമുള്ളൂ സുമേ. എന്തിനേട്ടാ? കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായി ഞാൻ ഇവളെ പിരിഞ്ഞൊരു സ്ഥലത്തോട്ട് പോയിട്ടില്ല. ഇവളില്ലാതെ ഞാൻ എങ്ങനെ പോകുമെന്ന് ഓർത്തിട്ട് എനിക്ക് സങ്കടം വന്നിട്ട് വയ്യ. എനിക്ക് അറിയാം ചേട്ടന് സങ്കടം ഉണ്ടെന്ന്. പിന്നെ ഞാനും കൂടി വരാം. നീ വന്നോ, കുഴപ്പമില്ല. നമുക്ക് സന്തോഷമല്ലേ ഉള്ളൂ. പക്ഷെ നമ്മുടെ 4 വയസ്സ് മാത്രം പ്രായമായി ചെറുക്കൻ്റെ കാര്യം ഓർക്കുമ്പോഴാ അവനെ വല്ല കാക്കയും കൊത്തിക്കൊണ്ട് പോക്കോട്ടെ അല്ലേ. പൊക്കോട്ടെ, കുഴപ്പമില്ല. നീ വാ, നമുക്ക് ഒരുമിച്ച് പോയിട്ട് വരാം. അയ്യോ വേണ്ട വേണ്ട, എനിക്ക് എന്റെ കുഞ്ഞിന്റെ അടുത്ത് ഞാൻ ഇവിടെ ഇരുന്നോളാം. എന്നാ പിന്നെ ഞാൻ വരുന്നില്ല. അവിടെയാണ് എനിക്ക് ശൂന്യ സങ്കടം. നീ ഇല്ലാതെ ഞാൻ ഇതുവരെ ഒരു സ്ഥലത്തും പോയിട്ടില്ലല്ലോ. ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ ആരോട് പറയുമെന്ന് ഓർത്തിട്ടാണ് എനിക്കൊരു സങ്കടം. എന്നാ പിന്നെ ഞാനും കൂടി വരാൻ ചേട്ടാ. പോരി, നമുക്ക് ഒന്നിച്ച് പോയിട്ട് വരാം. പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് സങ്കടമുള്ളൂ. 4 വയസ്സേ നമ്മുടെ ചെറുക്കനുള്ളൂ. ആ ചെറുക്കൻ ആടും തോടും പുഴയൊക്കെ കണ്ട പ്രാന്താണ്. അവൻ ചെറിയ എടുത്ത് ആടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. മന്തിലി എനിക്ക് അക്കൗണ്ടിൽ പേയ്മെന്റ് വരുത്തിക്കരുത്. എന്തിന്റെ? വിധവാ പെൻഷന്റെ. നേരമായി കളിക്കുന്നു. ഞാൻ സാധനങ്ങൾ എടുത്ത് വെക്കാം. അയ്യോ ഇപ്പൊ പറ്റ അടിച്ചാണ് അവള്. എനിക്കറിയാൻ പാടില്ലേ. അയ്യോ മാമൻ വിളിക്കുന്നു. എന്തിന്? ഹലോ ഹലോ ഹലോ. പട്ടായ വട്ട് നിങ്ങൾക്ക് അതല്ലെന്ന് പട്ടായ പോണ കേസായി. ഒരുമിച്ച് ഇത് എവിടെ നിന്ന് കാണുന്ന എന്റെ പൊന്നും മാമ. പട്ടായക്ക് പോവാം. പക്ഷെ ഒരു കാര്യമുണ്ട്. ഞാൻ ഇവിടെ ആലപ്പുഴയിൽ നടു തിരുമിക്കാൻ പോവാന്നാണ് എന്റെ ഭാര്യയോട് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ പട്ടായ പോവാന്ന് വിളിച്ച് പറയല്ലേ. പറഞ്ഞില്ല. ഉറപ്പാണ്. ഇത് എവിടെ നിക്കണത്? ഞാൻ ട്രിപ്പിലാ. കള്ള എന്നെ കൊണ്ടുപോയാ. നിങ്ങൾ ട്രിപ്പിന് പോയാ? അതല്ലെന്ന്. പിന്നെ പട്ടായെന്ന് കേട്ടപ്പോഴേ എന്റെ ഷുഗർ ലെവൽ ഒന്ന് കൂടി. ട്രിപ്പിട്ട് ആശുപത്രി കിടക്കണം. എന്നാ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം. അത് പട്ടായെന്ന് കേട്ടപ്പോഴേ നിങ്ങൾ എങ്ങനെയാണെങ്കിൽ അവിടെ വന്നാൽ നിങ്ങൾ പൊട്ടിത്തെറിച്ച് ചത്തു പോകും. പെട്ടെന്ന് പോണം. അമ്മേ ഈശ്വര, ഒരു കുറവില്ലാതെ ഈ ട്രിപ്പ് അങ്ങ് നല്ലതാക്കി ഈശ്വര കലത്തി. ചേട്ടാ അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എല്ലാം ഒന്ന് നോക്കി വെക്കണേ. ഞാൻ അച്ചാറൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ. എന്റെ അമ്മേ ഈശ്വര, ഈ മാമ ഇത് എവിടെ പോയി കിടന്നു? വന്നാ മതിയായിരുന്നു. ദീപങ്ങളോ മണ്ണിൻ താരങ്ങളോ നാദങ്ങളോ ദേവരാഗങ്ങളോ. ഞാനും എന്റെ മരുമോൻ ചെറുക്കനും കൂടെ പട്ടായ പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. കാരണം ഇപ്പൊ ചെറിയൊരു എൻജോയ്മെന്റ് അത്രേ ഉള്ളൂ. അല്ല ബാക്കി ചെലവുകളെല്ലാം ചെയ്യാന്ന് പറഞ്ഞു. 2 പെൻഷനൊക്കെ കിട്ടി. ആ പൈസയൊക്കെ സെറ്റാക്കി വെച്ച്. പക്ഷെ എന്നാലും ചെറിയൊരു വിഷയം നമ്മൾ അതെ എന്റെ പിന്നെ ചെറിയൊരു ടൈറ്റ് ഒന്ന് സഹായിക്കാൻ പറ്റുമോ? ഒരു ചെറിയ ഒരു പൈസയുടെ ഒരു ചെറിയ ഒരു വിഷയമുണ്ട്. എന്തെങ്കിലും ചെറിയൊരു സംഭവം ഞാൻ സാർ ഒരു 10,000 രൂപ. അയ്യോ 10,000 രൂപ ഒന്നും പറ്റൂല. അങ്ങനെ പറയല്ലേ. നിങ്ങളെല്ലാം ഇഷ്ടം പോലെ പൈസ ഉള്ളതല്ലേ. അല്ല നിങ്ങളെല്ലാം ആവശ്യമുള്ള പൈസ താണ്ട് പിടിച്ചോന്ന് പറഞ്ഞു കൊടുക്കണം. തരാൻ വയ്യാത്ത ഒരു 10,000 നമുക്ക് താ. അത്രയൊന്നും പൈസ ഒന്നും നമ്മ പട്ടായ പോകാൻ തരൂല. എന്തെങ്കിലും ഒരു 10,000-2,000 രൂപയൊക്കെ വേണമെങ്കിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് തരാം. 2,000 രൂപയൊക്കെ കപ്പലണ്ടി മേടിക്കാൻ അതൊന്നും എനിക്ക് വേണ്ട. പിന്നെ കോള് വരുന്നു സംസാരിക്കല്ലേ, ആരും മിണ്ടല്ലേ. പെങ്ങള് വിളിക്കണം. ഹലോ പെങ്ങളെ എന്തേര് എവിടെ തുടങ്ങിയ? അയ്യോ നമ്മളെ വസ്തുവിന്റെ ഭാഗം വെപ്പ് നടക്കണം. 5 പെങ്ങന്മാർക്ക് ഒരാങ്ങളെയാണ് ഞാൻ. സ്വത്തുണ്ടാവുമല്ലോ ഒരുപാട്. അത്ര തോനെയൊന്നും ഇല്ല, ഒരു വിധത്തിലുണ്ട്. അത് വാങ്ങിച്ചിട്ട് വന്നാലും പോയി വിളിക്കട്ടവരെ. മക്കളെ ഞാന് ഒരു നല്ലൊരു വഴിക്ക് പോവാൻ നിൽക്കുകയാണ് മക്കളെ. എനിക്ക് ഒന്നും വേണ്ട, ഒരു സ്വത്തും വേണ്ട. നിങ്ങളെല്ലാം എഴുതിയെടുത്തോ. ഞാൻ ഇപ്പൊ പോകുന്ന കാര്യത്തിന് തടസ്സം നിൽക്കല്ലേ. അയ്യോ എന്റെ പെങ്ങന്മാരെന്ന് പറഞ്ഞാൽ ഞാൻ മരിക്കുവേ. അപ്പൊ ഞാൻ കൂടി ചെല്ലട്ടാ. പറയല്ലേ, ഞാൻ പോണ കേസ് ആരടുത്തും പറയല്ലേ. ഹാപ്പി ജണി. അങ്ങനെ അയ്യോ
ഇതങ്ങ് എത്തുമ്പോ ഒരു സമയം എടുക്കും, എന്നാലും കുഴപ്പമില്ല. പതുക്കെ എന്റെ വായുവല്ലോ മക്കളെ ഒന്നുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. ഞാൻ ആരെടുത്തും ഒരു വാക്കും പറഞ്ഞിട്ടില്ല, ഈ ചെവി അറിഞ്ഞിട്ടില്ല നമ്മൾ പോണ കേസ്. ആർക്കും മനസ്സിലായിട്ടുമില്ല. നെറ്റിന് കൂടെ എഴുതി ഒട്ടിക്കാത്തുണ്ട് പട്ടായിക്ക് പോവാന്ന്. ഇതെന്തോ നെഞ്ചത്ത് ബൊട്ടാണിക്ക ഗാർഡനോ? അല്ല മോഡലാവട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ എന്തായാലും ഒരു വഴിക്കും നല്ല വഴിക്ക് പോവില്ലടാ. എന്റെ ദൈവമേ, എന്ത് ചെയ്യുന്നു പറയാ മാമ. ഇന്നലെ വരെ നിങ്ങൾ കഷണ്ടി തലേനല്ലായിരുന്നു, ഇപ്പൊ എവിടുന്ന് ടീം മുടി? അത് ചെറിയൊരു ബിഗ് സെറ്റ് ചെയ്ത്. എന്തിന്? അത് വേറൊന്നുമല്ലടാ, നമ്മൾ ഈ പഴയ വീടുകളൊക്കെ ഓണം കാര്യങ്ങളൊക്കെ ആകുമ്പോ നല്ലൊന്ന് മോടി പിടിപ്പിക്കത്തില്ലേ, അതുപോലൊന്ന് മോടി പിടിക്കല്ലേ. മാമാ എന്ത് കഷ്ടം നിങ്ങൾ കാണിക്കുന്നതൊക്കെ. ആ മാമ ഇങ്ങനെ ഇന്നലെ രാത്രി നിങ്ങളെ ഞാൻ കുറെ തവണ വിളിച്ചു, നിങ്ങൾ എന്ത് ഫോൺ എടുക്കാത്തത്? അയ്യോ കംപ്ലീറ്റ് വിഷയം. എന്ത് പറ്റി? വീട്ടിൽ പൊക്കി. പൊക്കിയാ? ചാറ്റ് പൊക്കിയാ? ചാറ്റ് കംപ്ലീറ്റ് പൊക്കി. എത്രണ്ണം പൊക്കി? എത്രണ്ണം പൊക്കി? 3 എണ്ണം. ആരൊക്കെ? ഒരു സുനിത, ഒരു ഗ്രേസി, ഒരു ഫാത്തിമ. എത്ര മണിക്ക് പൊക്കിയത്? വെളുപ്പാൻ 2:30 മണിയായി കാണും. ദൈവമേ, ഈ 4 മണിക്ക് മതസൗഹാർദ്ദം കൈകാര്യം ചെയ്യുന്ന ഒരു മനുഷ്യനെ ഞാൻ ആദ്യമായിട്ട് കാണുക. നിങ്ങൾക്ക് ഇത് എന്തിന്റെ പാട് മാമ? എന്തിന്റെ പാട് നിങ്ങൾക്ക്? ചുമ്മാ ആവശ്യമില്ലാതെ പറ്റിപ്പോയി. ഒരു കാര്യം, നമ്മൾ എന്തായാലും പട്ടായ പോകണല്ലേ? പട്ടായ പോവല്ലേ? നീ ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാ തിരിച്ചു വരുന്ന വഴിക്ക് നമുക്ക് ഗോവയിലും കൂടെ ഒന്ന് ഇറങ്ങിയല്ല അല്ലേ? മാമ ഓ, നിങ്ങളൊന്ന് മനസ്സ് വെക്കുവാണെങ്കിൽ നമുക്ക് ഒരു സ്ഥലത്തൂടെ കയറാം. എവിടെയാ? വർക്കല്ല പാപനാശിനിയിൽ. ഞാൻ മനസ്സ് വെച്ചിട്ട് നീ പാപനാശി പോകണ്ട. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇവിടെ കടന്ന് കുന്തളിച്ച് അങ്ങോട്ട് പോകാനാണെങ്കിൽ തിരിച്ച് നിങ്ങൾ കൊടുത്തി വരേണ്ട അവസ്ഥയാവും. പറഞ്ഞില്ലെന്ന് വേണ്ട കേട്ടോ. അത് നീ എന്റെ മനസ്സ് മടുപ്പിക്കല്ലേ കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു സംശയടാ, ഞാൻ ഭയങ്കര ത്രില്ലാണ്. എന്ത്? പിന്നെ വേറൊരു സംശയം. നമ്മളെ അവിടെ പോകുമ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മസാജിങ് ഒക്കെ ഉണ്ടല്ലേ? നമ്മൾ വെളിച്ചെണ്ണ കൊണ്ടുപോകണോ അത് അവിടെ തരോ? അവിടുന്ന് കിട്ടും. അല്ലേ? കിട്ടും. എന്നാലും ഞാൻ ഒരു കന്നാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തിന്? തികഞ്ഞില്ലെങ്കിൽ മാമാ ഫ്ലൈറ്റിൽ എണ്ണയൊന്നും കയറ്റാൻ പറ്റൂല. അത് കുഴപ്പമില്ല, ബാക്കിൽ കെട്ടി തൂക്കിടാ. ഇളവി കിടക്കണല്ലേ പൊന്നു മാമ, ഞാൻ പറയണോന്ന് കേക്ക്. അല്ല ഇതന്നെ ഇതന്നെ ഇത് വേറെ. ഇത് വേറെ. അയ്യോ കൊച്ചു കളിക്കലെന്ന് പറഞ്ഞപ്പോ ഇതന്നെ മാമ റെയിൻകോട്ടൊക്കെ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഭയങ്കര തണുപ്പായിരിക്കൂലേ? ഒരെണ്ണം ഇട്ടോണ്ട് നമുക്ക് കടലിലെ കിടന്ന് ചാടാല്ലേ? അതിനുവേണ്ടി ഒരെണ്ണം അടിച്ചു മാറ്റിയിരുന്നു. കുഴപ്പമില്ല, കിടക്കട്ടെ. അത് പിന്നെ ഉപകാരമുള്ളതാന്ന് വിചാരിക്കാം. മാമ ഇതെന്തിനാ ഈ ഇൻഹേലർ? നമ്മൾ എവിടെയാണ് പോണം? പട്ടായക്ക്. എവിടെയാണ് ശ്വാസം നിൽക്കണമെന്ന് പറയാൻ പറ്റൂല. നല്ലതാണ്. ഇത് ഒരെണ്ണല്ലോ, ഇത് 2 എണ്ണം ഉണ്ടല്ലോ. തോനെ ഉണ്ടില്ല, നിനക്കൂടെ ഉണ്ട്. എല്ലാം ഞാൻ അപ്ഡേറ്റഡ് ആണടാ. അതെല്ലാം പോട്ട്. ഇതെന്തിനാ ഈ കരണ്ടിയും തൂക്കട്ടൊക്കെ? മോനെ അതെന്റെ പണിയായതുകൊണ്ട്. കാരണം നാളൊരു സമയത്ത് നീ അവിടെ ചെന്നിട്ട് നിനക്ക് നീ പെട്ടെന്ന് വരാൻ തോന്നി, എനിക്ക് അങ്ങനെ വരാൻ തോന്നുന്നില്ല. അപ്പൊ എന്റെ പണിയായതുകൊണ്ട് എടുത്താൽ ഒരു തായ്ലാന്റ് മച്ചാടിനോടെ കിട്ടിയാൽ നമ്മൾ അവിടെ കൂടും. എനിക്ക് ഇത് അറിയാൻ പാടില്ല, എനിക്ക് ഒന്നും അറിയാൻ പാടില്ല മാമ. എടാ നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, കംപ്ലീറ്റ് ഞാൻ തായ്ലാന്റ് പട്ടായെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. എങ്ങനെ? പിന്നെ രാത്രി വെളുക്ക ഗൂഗിളിൽ കയറുന്ന തപ്പിയില്ലേ? ഇതെന്നതാ ഇത് പട്ടായ ജംഗ്ഷൻ. ഇവിടെ നിന്ന് സൈഡിൽ കൂടെ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഹിദാഹ എന്ന് പറയുന്ന സ്ഥലം. അതന്നെ അത്. അവിടെ സൂപ്പർ ഒരു സ്പാ ഉണ്ട്. ആണോ? അവിടെ കയറിയാലോ? അവിടെ കയറണ്ട, അവിടെ ഭയങ്കര റേറ്റാണ്, പൈസ കൂടുതലാണ്. അവിടെ നമ്മളൊരു ഓട്ടോ വിളിച്ച് നേരെ ഇവിടെ വരുന്നു. ഇവിടെ ബിബ്ലാക്ക് എന്ന് പറഞ്ഞ ഒരു സ്പാ ഉണ്ട്. അടിപൊളിയാ. ആ സ്പായി നമുക്ക് കയറാം. അവിടെ കയറരുത്. അവിടെ ആണുങ്ങൾ പെൺവേഷം കെട്ടി നിൽക്കാൻ നിന്റെ വേണ്ട അവിടെ വേണ്ട. അവള് വരുന്നുണ്ട്, പ്ലീസ് പറയില്ല കേട്ടോ. ചേട്ടാ മാങ്ങാച്ചാർ നെല്ലിക്കച്ചാർ മാത്രം മതിയോ? ഇതിലോട്ട് വെച്ചേക്കാവേ. അയ്യോ ഇതാര് മാമനോ? ഇത് എന്നാ കോലമായത്? മൊത്തത്തിൽ ഒന്ന് അടിപൊളിയായി. എന്തായാലും നല്ല അടിപൊളിയായിട്ട്. ചായ എടുക്കട്ടെ? ചായ ഒന്നും വേണ്ട, നമുക്ക് പെട്ടെന്ന് പോണം. നമുക്ക് ആടോ മാമ, സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ എങ്ങനെയാ പോണേ? നമ്മള് ഫ്ലൈറ്റില്. എങ്ങനെ പോണെന്ന്? ഫ്ലൈറ്റിലാ? 2 പേര് ഒറ്റയ്ക്ക് പോവാണ്. അപ്പൊ പ്ലേറ്റിൽ ചോറെടുത്ത് വെക്കണമെന്നാണ് പറഞ്ഞത്. പ്ലേറ്റുകൾ പറക്കി വെക്കാനാണ് പറഞ്ഞത്. കണ്ടോ മാമ, പ്ലേറ്റ് എന്നാണ് പറഞ്ഞത്. സോറി മാമ, പോട്ടെ. ഞാൻ 2 പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് മാമ. അതൊക്കെ പോട്ടെ. ഈ ആലപ്പുഴയിൽ എവിടെയാ പോണേ? എവിടെന്ന്? എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു എല്ലായിടത്തും വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടനാട് ഫിക്സ്. കുട്ടനാട് ഫിക്സാ? എന്തോ ഉടായിപ്പ് എനിക്ക് മണക്കുന്നുണ്ട്. ഒരു ഉടായ്പില്ല.
എന്തോന്ന് കാണിക്കുന്നത്? എന്തോന്ന് കാണിക്കുന്നത്? പെട്ടെന്ന് പറഞ്ഞപ്പോ എനിക്ക് ഒന്നാമത്തെ കാര്യം എനിക്ക് കൊച്ചിനെ കണ്ടപ്പോഴത്തേക്ക് കള്ളം പറയാൻ തോന്നില്ലടാ. അതുകൊണ്ട് ഞാൻ മിക്കാറും ഞാൻ വിളിച്ച് ഞാൻ പറയും എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല കൊച്ചു ഹൃദയമാണ്. ശാസ്ത്രത്തെ തായ്ലാന്റ് മദാമമാരി എണ്ണത്തോണി സ്പാ ഇതെല്ലാം കിട്ടും. ഇനി പറയൂല ഇനി പറയൂ. കൈകാര്യം ചെയ്യപ്പോ ഓളെ ഓ ഇങ്ങനെ നിക്കല്ലേ. ആ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പോവാളെയാണ്. ആ. ചിലർ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആഹാരം നല്ല രീതിയിൽ കിട്ടത്തില്ല. ആ. ചോറും ചമ്മന്തിയൊക്കെ എടുത്ത് വെക്കണം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ വല്ല പാമ്പും പഴുതാരൊക്കെ അല്ലേ കാണും. എന്തെന്ന്? പാമ്പ് പഴുതാരയോ കഴിക്കാനോ? ആലപ്പുഴയിൽ എവിടെ പാമ്പ് പാവോടെ എനിക്ക് അറിഞ്ഞൂടെ. അയ്യോ പാമ്പും പഴുതാര നല്ലല്ലോ പുള്ളി പറഞ്ഞത്. ആലപ്പുഴയിൽ നിറച്ച് പാമ്പും പഴുതാരയൊക്കെയാണ് നല്ലേ. അങ്ങനെയാണ് പറഞ്ഞത്. സൂക്ഷിക്കണോന്നാണോ? അത് കൊത്തു കഴിഞ്ഞാൽ ഓ, അത് ശരി. മാമ ചമ്മന്തിപ്പൊടി കൊഞ്ചുപൊടി ചമ്മന്തി മതിയോ? അത് കുറച്ചുണ്ട് എടുത്ത് ചമ്മന്തിയോ പൊടിക്കാത്ത ചമ്മന്തി കൈയുടെ അടക്കം വെച്ച ഒറ്റ ഫ്ലാറ്റ് വന്നുണ്ടല്ലേ. പെട്ടെന്ന് എനിക്ക് കൊച്ചിനെ കണ്ടപ്പോ സൈക്കിളിലേക്ക് പെട്ടെന്ന് പോണ്ടേ. ഞാൻ അവിടെ പോയി അങ്ങനെ നില്ല. ഞാൻ എടുത്ത് വെക്കട്ടെ. ത്രില്ല് ചത്തുപോകും നിങ്ങൾ. ഇടയിൽ വക്കീല്. ഹലോ, എനിക്ക് വേണ്ട നിങ്ങളെ സ്വത്ത് വേണ്ട, നിങ്ങൾ എടുത്തോ, എല്ലാം എടുത്തോ, എനിക്ക് ഒന്നും വേണ്ട, എടുത്തോ. എന്റെ പെങ്ങന്മാർക്ക് പറഞ്ഞ് മനസ്സിലാക്കൂ പ്ലീസ്. ഒപ്പ എന്റെ ഒപ്പ് ഷൂ അതല്ലെങ്കിൽ 3 കമ്പ് വരച്ച് വിട്. എനിക്ക് ഒന്നും വേണ്ട, വെച്ചിട്ട് പോ പ്ലീസ്. വക്കീൽ വിളിച്ചിട്ട് ഞാൻ പെട്ടെന്ന് ചെല്ലണമെന്ന്. എനിക്ക് വിഷയാവുമെന്ന് ഞാൻ പറഞ്ഞു. വേണ്ട പൊക്കോളാൻ പറഞ്ഞു. വാ പെട്ടെന്ന് പോവാം. ഒരു കാര്യം ചെയ്യ്, മാമൻ അവിടം വരെ ഒന്ന് എല്ലാരും കണ്ടിട്ടൊക്കെ വാ. അതെ അങ്ങനെ ചെയ്യോ. പെട്ടെന്ന് വന്നില്ല അവിടെ നിന്ന് പറ്റത്തില്ലല്ലോ. പെട്ടെന്ന് നമുക്ക് പട്ടായം പോട്ടെ. ഞാൻ മാമനോട് വന്നപ്പോ തൊട്ട് പറയണമെന്ന് വിചാരിച്ചിരുന്നു. ചെറിയൊരു പ്രശ്നമുണ്ട്. മോനെ മാമന്റെ വീട്ടിൽ ഈ പ്രശ്നങ്ങളെല്ലാം നടക്കുമല്ലേ. അതുകൊണ്ട് മാമന്റെ ടിക്കറ്റ് ഞാൻ ക്യാൻസൽ ചെയ്തു. അറിഞ്ഞോണ്ടല്ലോ മാമ. പിന്നെ അവിടുത്തെ വിളിച്ചു പറഞ്ഞ സെറ്റ് ആവൂലേ? വിളിച്ചു പറഞ്ഞാലൊന്നും സെറ്റാവൂല. നിന്റെ സൈഡിലെങ്കിലും എന്നെ നിർത്തോ. സൈഡിൽ നിങ്ങൾ ഇരുന്നത് ഞാൻ പാപ്പയോടെ വിറവ് പറിക്കൊണ്ട് പോവല്ല, അങ്ങോട്ട് വരാനായിട്ട് പട്ടായക്ക് പോവാ. അപ്പൊ എന്നെ കൊണ്ടുപോകില്ല നീ? പറ്റൂല മാമ, നടക്കുന്ന പരിപാടി. നടക്കുന്ന കേസല്ല. തീരുമാനിച്ചു കഴിഞ്ഞു. ഞാൻ തീരുമാനിച്ചു മാമ. ദൈവമേ, എന്തോരോ സ്വപ്നങ്ങൾ കണ്ടേണ്. ഇതൊക്കെ എന്തിനാ എനിക്ക് തന്നത്? എന്റെ സ്വപ്നങ്ങളെല്ലാം ഇവിടെ തീർന്ന് എനിക്ക് ടിക്കറ്റ് വേണ്ട, നടക്കണം. എല്ലാം തൊലഞ്ഞ്. മാമ ഞാനെന്നാ പോട്ടാ. കൊണ്ടുപോകാൻ തീരുമാനിച്ചു. ഇനി പോകാൻ തീരുമാനിച്ചല്ലേ? പോവാൻ തീരുമാനിച്ചു. എന്നെ കൊണ്ടുപോകത്തില്ലല്ലേ? ഇല്ല മാമ. മോളെ എന്നെ കാണിക്കുന്നത് ഇവിടെ പോണെന്ന് പറഞ്ഞു. ഇത് അവിടെ പോണെന്ന് പറഞ്ഞു. ആലപ്പുഴ പോവാ ഞാൻ. ആലപ്പുഴയിലല്ലേ ഇവൻ പോണത്? പട്ടായ അല്ല, എവിടെയെന്ന്? പാട്ട് പാടാൻ പോവാ. കൂട്ടൊന്നും അല്ല, പട്ടായ. ഞാൻ മാത്രമല്ല, ഈ മാമനുണ്ട്. ഞാൻ അത്രയ്ക്കും വൃത്തികെട്ടവനാടാ ഞാൻ. നിന്നെ പോലുള്ള ഒരു ആഭാസന്റെ കൂടെ ഈ ആവശ്യമുള്ള സ്ഥലത്ത് വരെ ഞാൻ ആടാ. അല്ല മാമനല്ലേ ഇത്. ഞാൻ മോക്ക് തോന്നുന്നുണ്ടോ? പ്ലാൻ ചെയ്തത്. ഒറ്റയ്ക്കാണ് പോവാൻ നിൽക്കണം. അപ്പൊ മാമ ഈ ഡ്രസ്സൊക്കെ ഇട്ടോണ്ട് വന്നിട്ട് പോണം, ചേഞ്ച് ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞതോ? അങ്ങനെ ഞാൻ പോകത്തില്ല മോളെ. ഞാൻ ഇതിട്ടെന്ന് പറഞ്ഞാൽ വെറുതെ ഒരു ജസ്റ്റ് ഫോർ എ ഹൊറർ. അത്ര കള്ളത്തരം പറയുന്നു. നീ എന്നെ ചതിക്കായിരുന്നല്ലോടാ. നിനക്ക് പട്ടായ പോയിട്ട് ആരും കൂടെ കിടക്കണോടാ നിനക്ക്? നിനക്ക് ആരും കൂടെ കിടക്കണം? എന്നൊരു കാര്യം ചെയ്യാം. ഞാൻ പട്ടായക്ക് തന്നെ പോവാടി. എത്രയെന്ന് വെച്ചാടി നിന്നെ സഹിച്ചിരിക്കുന്നത്. നീ ആരടി? ബ്രിട്ടീഷ് ഭരണത്തിലെ രാജാവോ? ഇങ്ങനെ എന്നെ ഇട്ട് ഇങ്ങനെ നകളിപ്പിക്കാനായിട്ട്. അപ്പൊ പട്ടായക്ക് പോ നീ. ഞാൻ പട്ടായക്ക് പോകും. ഓക്കെയാണ്. ഞാൻ പട്ടായക്ക് പോകും. ഒന്നുമില്ല. ഞാൻ ഉറപ്പായിട്ടും പോകും. അവിടെ നില്ല്. ഞാൻ തള്ളും. പട്ടായക്ക് പോണില്ലേ നീ? നീ അവിടെ പോ. പട്ടായക്ക് പോവും. ഉറപ്പാണോ? പോവും. പട്ടായക്ക്. ഇനി നീ പോ പട്ടായക്ക്. അയ്യോ കിട്ടിയല്ലേ? നല്ലപോലെ മോശമായി പോയേട്ടാ. ഒരുത്തനെ ഇങ്ങനെ എടുത്ത് ഇടിച്ചത്.
അവന് ചിലപ്പോ ആഗ്രഹം ഉണ്ടാവും, അവനങ്ങ് പറഞ്ഞു വിടുമ്പോളെ അവള് പോട്ട്. എന്നെ ഇനി പട്ടായയിലോട്ട് വിടണ്ട. പിന്നെ നിന്നെ എങ്ങോട്ട് വിടണം? എന്നെ വല്ലോ പട്ടണയിലോട്ട് എടുത്ത് വെക്ക്. ഇനി ഇതിലും നല്ലത് പോണ കാര്യം.